നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊല്ലം സുധിയുടെ അപ്രതീക്ഷിത മരണത്തിന്റെ ഞെട്ടലിൽ നിന്നും ഇതുവരെ സിനിമ, സീരിയൽ ലോകവും ആരാധകരും പൂർണ്ണമായും മുക്തരായിട്ടില്ല. കുറച്ച് വർഷങ്ങളായി സ്റ്റാർ മാജിക് എന്ന TV ഷോയിലൂടെ മലയാളികളുടെ സ്വീകരണ മുറിയിൽ സുധി നിത്യേന എത്താറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സുധിയുടെ വേർപാട് കുടുംബത്തിലെ ഒരു അംഗത്തിന്റെ മരണം പോലെ മലയാളികളെ വേദനിപ്പിച്ചതും. ഭാര്യയും 2 കുട്ടികളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു സുധി. വടകരയിലെ പരിപാടി കഴിഞ്ഞ് തിരിച്ച് കോട്ടയത്തേക്ക് വരുന്നതിനിടയിലായിരുന്നു അപകടം. ജീവിതം ഒരു കരയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ വിട്ടുപിരിഞ്ഞ സുധിയുടെ ഓർമ്മകളുമായി കഴിഞ്ഞുകൂടുകയാണ് സുധിയുടെ ഭാര്യ രേണു. മക്കൾക്ക് വേണ്ടി ജീവിതത്തിലേറ്റ ഏറ്റവും വലിയ ആഘാതത്തിൽ നിന്നും രേണു മുന്നേറി വരികയാണ്. ഇപ്പോഴും വാടക വീട്ടിൽ കഴിയുന്ന സുധിയുടെ കുടുംബത്തിന് കേരള ഹോം ഡിസൈൻസ് എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിലെ അംഗങ്ങളും ഫ്ലവേഴ്സ് ചാനലും എല്ലാം ചേർന്നാണ് സൗജന്യമായി വീട് വെച്ച് നൽകുന്നത്. 6 മാസം കൊണ്ട് പണി പൂർത്തിയാക്കും എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ 4 മാസമായി. ചുമരൊക്കെ പണിതു, ഇനി വെറും 2 മാസം മാത്രം. അപ്പോഴേക്കും വീട്ടിൽ കയറി താമസിക്കാൻ കഴിയും. അടുത്തിടെയായി രേണു വീണ്ടും വിവാഹം കഴിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു. ഇപ്പോഴാ ഇതിനോട് പ്രതികരിക്കുകയാണ് രേണുവും സുധിയുടെ മകൻ കിച്ചുവും. സുധിച്ചേട്ടന്റെ സ്വപ്നം തന്നെയാണ് പൂവണിയുന്നത്. വയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 4 മാസത്തിനുള്ളിൽ വീട് പണി പൂർത്തിയാകും എന്നാണ് പ്രതീക്ഷയെന്നും രേണു പറയുകയാണ്. ചേട്ടന്റെ സാന്നിധ്യം ഇല്ലാത്ത വീട് ശൂന്യത നൽകും. പിന്നെ ആത്മാവിൽ സത്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അന്ന് സുധിച്ചേട്ടന്റെ ആത്മാവിന് മോക്ഷം കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വിശ്വസിക്കുന്നതെന്ന് രേണു പറയുമ്പോൾ അച്ഛൻ മരിച്ചുപോയി എന്നാണ് കുഞ്ഞുമോൻ ക്യാമറ നോക്കി പറയുന്നത്. ഞാൻ 1 വർഷം കഴിയും മുൻപേ വേറെ വിവാഹം കഴിക്കും, കിച്ചുവിനെ അടിച്ചിറക്കും എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിരുന്നു. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഞാൻ വേറെ ഒരു വിവാഹം കഴിക്കില്ല. ഞാൻ മരിക്കുവോളം കൊല്ലം സുധിച്ചേട്ടൻ്റെ ഭാര്യ എന്ന ലേബലിൽ അറിയപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതും. അങ്ങനെ ചെയ്യാനാണ് ഉറച്ച തീരുമാനം എടുത്തിരിക്കുന്നതും. കാരണം പലതുണ്ട്, അതൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കുടുംബത്തിലുള്ള ഒരാളും എന്നെ വിവാഹത്തിന് നിർബന്ധിക്കാറില്ല. എൻ്റെ മക്കൾ ഞങ്ങളുടെ മക്കളായി വളരണം എന്നാണ് ആഗ്രഹം. നീ ചെറുപ്പമാണ്, നല്ല ആലോചന വന്നാൽ സ്വീകരിക്കാനാണ് കൂട്ടുകാരൊക്കെ പറയുന്നത്. എന്നാൽ ഞാൻ ഉറച്ച തീരുമാനം തന്നെ എടുത്തിരുന്നു. എനിക്ക് ഇനിയൊരു വിവാഹം ഉണ്ടാകില്ല. സുധിച്ചേട്ടന് ഒരു പകരക്കാരൻ ഉണ്ടാകില്ല എന്നത്. ഇത് ഞാൻ പബ്ലിക്കായി പറയുകയാണ്. എനിക്ക് മറ്റൊരു വിവാഹം ഉണ്ടാകില്ല. രേണു പറയുമ്പോൾ പിന്നീട് സംസാരിക്കുന്നത് കിച്ചുവായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അമ്മയുടെ ജീവിതമാണ്, അമ്മയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്നും കിച്ചു പറയുന്നു. അമ്മയുടെ ഇഷ്ടമാണ്, അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ, നമ്മൾ നല്ല ഹാപ്പി ആയിരിക്കുന്നു എന്നും കിച്ചു പറഞ്ഞു. ഇളയ മകന് ഇപ്പോൾ അച്ഛൻ്റെ മരണം അറിയാം എന്ന് പറഞ്ഞ രേണു ലക്ഷ്മി നക്ഷത്രയെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. ചിന്നു എന്നും ഞങ്ങൾക്ക് സഹോദരിയാണ്. ഏട്ടൻ പോയ അന്നു മുതൽ ഇന്ന് വരെ ഞങ്ങൾക്ക് ഒരുപോലെ സ്നേഹവും സഹായങ്ങളും ചിന്നു ചെയ്യാറുണ്ട്. ആ സ്നേഹവും കരുതലും ഒരിക്കലും ഡ്രാമ അല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളതെന്നും അവർ പറഞ്ഞു. ആദ്യമൊക്കെ ഇത്തരം കമൻറ്റുകൾ കാണുമ്പോൾ വിഷമം തോന്നുമായിരുന്നു. ഇപ്പോൾ ഒന്നും തോന്നില്ല. സുധിച്ചേട്ടന് എന്നെ അറിയാമല്ലോ. എൻ്റെ മക്കൾക്കും അറിയാവുന്നവർക്കും എന്നെ അറിയാം. പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നും രേണു പറഞ്ഞു. കൊല്ലം സുധി അവസാനമായി ഉപയോഗിച്ച ബാഗും വസ്ത്രങ്ങളും രേണു ലക്ഷ്മിയെ കാണിക്കുന്നുണ്ട്. സുധിച്ചേട്ടൻ്റെ ബാഗാണിത്. അദ്ദേഹം അവസാനമായി കൊണ്ടുപോയ ബാഗായത്. ഇതിനകത്ത് എന്താണെന്നറിയാമോ? ഏട്ടൻ ലാസ്റ്റ് ഇട്ടുകൊണ്ട് പോയ തുണികളാണ്. അപകടം നടന്നതിൻ്റെ അന്ന് ഷർട്ടിൻ്റെ കൈമടക്ക് പോലും മാറ്റിയിട്ടില്ല. ഇതിലെല്ലാം സുധിച്ചേട്ടൻ്റെ മണമുണ്ട്. ഈ ഒരു സ്മെൽ ജീവിതകാലം മുഴുവൻ വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മരിച്ചവരുടെ മണം എടുത്ത് പെർഫ്യൂം ഉണ്ടാക്കുമെന്ന് ഞാൻ യൂട്യൂബിൽ കണ്ടിരുന്നു. അതെങ്ങനെയെങ്കിലും മോൾ എനിക്ക് സാധിപ്പിച്ചു തരണമെന്നും രേണു ഇതിനു മുൻപ് അവതാരകയായ ലക്ഷ്മി നക്ഷത്രയോടും പറഞ്ഞിരുന്നു.